പൂജിതവേദി ദീപങ്ങൾ തെളിയുന്നിതാ. മാലാഖമാരുടെ മാധുര്യമേറുന്ന ഗാനം മുഴങ്ങുന്നിതാ. ദേവാലയത്തിലെ പൂജിതവേദി ദീപങ്ങൾ തെളിയുന്നിതാ. മാലാഖമാരുടെ മാധുര്യമേറുന്ന ഗാനം മുഴങ്ങുന്നിതാ. ദൈവത്തിൻ ജനമേ വരുവിൻ, സ്നേഹത്തിൻ ബലിയിൽ ചേരാ. ദൈവത്തിൻ ജനമേ വരുവിൻ, സ്നേഹത്തിൻ ബലിയിൽ ചേരാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിലും പരിശുദ്ധ മാതാവിലും വിശുദ്ധ ഔസേപ്പ് പിതാവിലും ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ലോകം മുഴുവനും സ്നാപയോഹന്നാൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുകയാണ്. സ്നാപയോഹന്നാനെ കുറിച്ച് ഈശോ പറയുന്നത് എന്താണ്? സ്ത്രീകളിൽ ജനിച്ചവരിൽ സ്നാപയോഹന്നാനേക്കാൾ വലിയവൻ ഉണ്ടായിട്ടില്ലെന്നാണ് പറയുക. എന്നാൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും സ്നാപയോഹന്നാനേക്കാൾ വലിയവനാണ്. ഗബ്രിയേൽ മാലാഖ സക്രിയ എന്ന പുരോഹിതന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, നിനക്കും വന്ധ്യയായ നിന്റെ ഭാര്യ എലിസബത്തിനും ഒരു കുഞ്ഞ് പിറക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. സക്രിയായ്ക്ക് വളരെ സംശയമാണ്, കാരണം 85 വയസ്സ് കഴിഞ്ഞ് ഇനി കുഞ്ഞുണ്ടാകുമോ സംശയിച്ചു. ദൈവത്തിൻ്റെ മാലാഖയുടെ വാക്യം, ആ സംശയം സക്രിയായുടെ നാവ് കെട്ടപ്പെട്ടു പോയി. നാവ് പിന്നീട് തുറന്നിട്ടില്ലെന്നാണ് പറയുക. പിന്നീട് നാവ് തുറക്കുന്നത് സ്നാപയോഹന്നാൻ ജനിച്ച് അദ്ദേഹത്തിൻ്റെ 8-ാം ദിവസം പേരിടുമ്പോൾ ഇവൻ്റെ പേരെന്തിടണം, ഈ കുഞ്ഞിൻ്റെ പേരെന്തിടണം? അപ്പോൾ യോഹന്നാൻ എന്ന് അവൻ്റെ അമ്മ പറഞ്ഞു. എന്നാൽ ചാർച്ചക്കാരൊക്കെ പറയുന്നു, അങ്ങനെ ഒരു പേര് നമുക്കില്ലല്ലോ. അവൻ്റെ അപ്പനായ സക്രിയയോട് ചോദിക്കാം. സക്രിയായ്ക്ക് മരപ്പലക കൊണ്ട് നൽകുന്നു. അതിൽ സക്രിയ എഴുതി വെക്കുന്നു യോഹന്നാൻ. യോഹന്നാൻ എന്ന് എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് നാവിൻ്റെ കെട്ടഴിഞ്ഞു, സംസാരിക്കാൻ തുടങ്ങി. ജനങ്ങളെല്ലാം അത്ഭുതപ്പെടുകയാണ്. കുഞ്ഞ് വളർന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിത്തീരുന്നു. നമുക്കറിയാമല്ലോ, സ്നാപയോഹന്നാൻ മരുഭൂമിയിൽ ജീവിച്ചു. തേനും വെട്ടുകിളികളുമായിരുന്നു ഭക്ഷണം. സ്നാപയോഹന്നാൻ ഈശോയ്ക്ക് വേണ്ടി ജോർദാൻ നദിയിൽ ജ്ഞാനസ്നാനം നൽകി, ഈശോയ്ക്ക് വേണ്ടി വഴിയൊരുക്കി. ഏറ്റവും അവസാനം കുറ്റം ആരിച്ചാലും കുറ്റമെന്ന് പറയുന്ന വ്യക്തിയാണ് സ്നാപയോഹന്നാൻ. മുഖം നോക്കാതെ കുറ്റം പറയും. അതായത് തെറ്റ് ആര് ചെയ്താലും ആ തെറ്റാണ് ചൂണ്ടിക്കാണിച്ച വ്യക്തിയാണ് സ്നാപയോഹന്നാൻ. തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഹെരോദ്യയുടെ പ്രതികാരമായി സ്നാപയോഹന്നാൻ്റെ ശിരസ്സാണ് ഛേദനം ചെയ്യപ്പെടുക. പ്രിയമുള്ളവരെ, മറ്റുള്ളവർ തെറ്റുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാണിക്കുമ്പോൾ തെറ്റാണെങ്കിൽ അത് അംഗീകരിക്കുക. തെറ്റാണെങ്കിൽ അംഗീകരിക്കുന്നത് ദൈവാനുഗ്രഹമാണ്. തീർച്ചയായും തെറ്റല്ല എങ്കിൽ നമ്മൾ ദൈവസന്നിധി വിശുദ്ധിയോടെ ജീവിക്കുക. പ്രിയമുള്ളവരെ, സ്നാപയോഹന്നാനെ പോലെ ചങ്കൂറ്റമുള്ളവരായി തീരുക. കർത്താവിന് വേണ്ടി വഴിയൊരുക്കി, കർത്താവിന് വേണ്ടി ജീവിച്ച്, കർത്താവിനെ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തികളായി തീരാൻ ഈ ജീവിതം വഴി നമുക്ക് ഈ പരിശുദ്ധമായ ബലിയെ പ്രാർത്ഥിക്കാം. ഇന്ന് ജോൺ യോഹന്നാൻ എന്ന പേര് വഹിക്കുന്ന എല്ലാവരും തിരുനാൾ, അവർക്കും തിരുനാൾ ആശംസകൾ നേരുന്നു. പരിശുദ്ധമായ ബലിയർപ്പിക്കാൻ വന്നുപോയ എല്ലാ തെറ്റുകളും പാപങ്ങളും ഏറ്റുമെല്ലാം സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വിഴ, എൻ്റെ വിഴ, എൻ്റെ വലിയ വിഴ. ആകയാൽ നിത്യനായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങയെ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാട്, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകരക്ഷകനായ അങ്ങയെ വരാനിരിക്കുന്നവനായി പ്രഖ്യാപിക്കുകയും ആഗതനായവനായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത സ്നാപക യോഹന്നാന്റെ ജന്മദിനം ഉചിതമായ വണക്കത്തോടെ ആഘോഷിച്ചുകൊണ്ട് അങ്ങേ അൾത്താരയിൽ ഞങ്ങളുടെ എളിയ ഹൃദയങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, യേശുക്രിസ്തുവിന് വേണ്ടി പൂർണ്ണമായി ഒരു ജനത്തെ ഒരുക്കുവാൻ സ്നാപക യോഹന്നാനെ അങ്ങ് നിയോഗിച്ചുവല്ലോ. അങ്ങേ ജനത്തിന് ആത്മീയ ആനന്ദത്തിൻ്റെ കൃപ നൽകുകയും എല്ലാ വിശ്വാസികളുടെയും ഹൃദയങ്ങൾ രക്ഷയുടെയും സമാധാനത്തിൻ്റെയും മാർഗത്തിലൂടെ നയിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ഒന്നാം വായന യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. തീരദേശങ്ങളെ, വിദൂര ജനതകളെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാളുപോലെയാക്കി. എൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു. എന്നെ മിനുക്കി അസ്ത്രമാക്കി. എൻ്റെ ആവനാഴിയിൽ അവിടുന്ന് ഒളിച്ചു വച്ചു. ഇസ്രായേലേ, നീ എൻ്റെ ദാസനാണ്, നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കും എന്ന് അവിടുന്ന് അരുളി ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ വ്യക്തമായി അധ്വാനിച്ചു. എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു. എങ്കിലും എൻ്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ്. യാക്കോബിനെ തിരികെ കൊണ്ടുവരുവാനും ഇസ്രായേലിനെ എൻ്റെ അടുക്കൽ ഒന്നിച്ചു ചേർക്കുവാനും ഗർഭത്തിൽ വച്ച് തന്നെ എന്നെ എൻ്റെ ദാസനായ രൂപപ്പെടുത്തിയ കർത്താവ് അരുളി ചെയ്യുന്നു. എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തിയാവുകയും ചെയ്തിരിക്കുന്നു. അവിടുന്ന് അരുളി ചെയ്യുന്നു, യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായിരിക്കുക. വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. ദൈവമേ, ദൈവമേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. കർത്താവെ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്നും മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ദൈവമേ,
ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്. എനിക്കത് നന്നായി അറിയാം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. രണ്ടാം വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. ക്രിസ്തുവിൻ്റെ ആഗമനത്തിന് മുൻപ് പ്രസംഗിക്കാൻ യോഹന്നാനെ ദൈവം അയച്ചു. അക്കാലത്ത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, സാവുളിനെ നീക്കം ചെയ്തിട്ട് ദാവീദിനെ അവരുടെ രാജാവായി ദൈവം ഉയർത്തി. അവനെക്കുറിച്ച് അവിടുന്ന് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു: ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അവൻ എൻ്റെ ഹിതം നിറവേറ്റും. വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ ഇവൻ്റെ വംശത്തിൽ നിന്ന് ഇസ്രായേലിന് രക്ഷകനായി യേശുവിനെ ദൈവം ഉയർത്തിയിരിക്കുന്നു. അവൻ്റെ ആഗമനത്തിന് മുമ്പ് യോഹന്നാൻ ഇസ്രായേലിലെ എല്ലാ ജനതയോടും അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചു. തൻ്റെ ദൗത്യം അവസാനിക്കാറായപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഞാൻ ആരെന്നാണ് നിങ്ങളുടെ സങ്കല്പം? ഞാൻ അവനല്ല, എന്നാൽ ഇതാ എനിക്ക് ശേഷം ഒരുവൻ വരുന്നു. അവൻ്റെ പാദരക്ഷ അഴിക്കാൻ ഞാൻ യോഗ്യനല്ല. സഹോദരരെ, അബ്രഹാത്തിൻ്റെ സന്തതികളെ, ദൈവഭയമുള്ളവരെ, നമ്മുടെ അടുത്തേക്ക് ഈ രക്ഷയുടെ വചനം അയക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിനെ വഴിയൊരുക്കാൻ അവിടുത്തെ മുമ്പേ നീ പോകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. എലിസബത്തിന് പ്രസവ സമയമായി. അവൾ പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നുവെന്ന് കേട്ട് അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. 8-ാം ദിവസം അവൾ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സക്രിയ എന്നവന് പേര് നൽകുവാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിങ്ങളുടെ ബന്ധുക്കൾ ആർക്കും ഈ പേരില്ലല്ലോ. ശിശുവിനെ എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ചു ചോദിച്ചു. അവൻ ഒരു എഴുത്തുപലക വരുത്തി അതിലെഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തൽക്ഷണം അവൻ്റെ നാവ് തുറക്കപ്പെട്ടു. നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ
സംസാര വിഷയമാകുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശുമാരായി തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കാര്യം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ശിശു വളർന്ന് ആത്മാവിൽ ശക്തിപ്പെട്ടു. ഇസ്രായേലിൽ വെളിപ്പെടുന്നവരെ അവൻ മരുഭൂമിയിലായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സ്നേഹം നിറഞ്ഞവരെ, നമുക്കെല്ലാവർക്കും വിശ്വാസപ്രമാണം ഭക്തിപരം ഒച്ചത്തിലേറ്റുമെല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകർത്താവും ജാതനായ ഏകദൈവത്തിനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൻ ജനിച്ചനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിൽ സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യനേകനുമായ അവിടുന്ന് വഴിയായി സർവ്വ സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗത്തിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമത്സര്യം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പാദ്യോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് വിശ്ലേഖത അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെ മരിച്ചു വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടെ രാജ്യത്തിന് അവസരമുണ്ടാകുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനും പുത്രനുമൊപ്പം ആരാധിക്കപ്പെടുന്ന സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാവങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുന്നു. മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. അങ്ങയുടെ ജീവനിമനുഷ്യനുമായി ഈ അപ്പം ഞാൻ സ്വീകരിക്കാൻ സമർപ്പിക്കുകയും ചെയ്തു. സർവസൃഷ്ടികരനായി വാഴ്ത്തപ്പെട്ടു. അർപ്പണം പൂജാർപ്പണം സ്നേഹത്തിൻ യാഗാർപ്പണം. അർപ്പണം പൂജാർപ്പണം സ്നേഹത്തിൻ യാഗാർപ്പണം. തിരുസന്നിധിയിൽ തിരുനാഥനൊത്ത് തിരുമുൽ കാഴ്ചയുമായി. തിരുസന്നിധിയിൽ തിരുനാഥനൊത്ത് തിരുമുൽ കാഴ്ചയുമായി. അർപ്പണം പൂജാർപ്പണം സ്നേഹത്തിൻ യാഗാർപ്പണം. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ഒന്നു ചേർന്ന് അർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ലോകരക്ഷകനായ അങ്ങയെ വരാനിരിക്കുന്നവനായി പ്രഖ്യാപിക്കുകയും ആഗതനായവനായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത സ്നാപയോഗ്യനാന്റെ ജന്മദിനം ഉചിതമായ വണക്കത്തോടെ ആഘോഷിച്ചുകൊണ്ട് അങ്ങേ അൽത്താരയിൽ ഈ കാഴ്ചകൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാഗ്രഹമാണ്. സ്ത്രീകളിൽ ജനിച്ചവനിൽ സമുന്നതമായ ബഹുമതിയോടെ അങ്ങ് നിയോഗിച്ചവനും അവിടുത്തെ മുന്നോടിയുമായ സ്നാപയോഗ്യനാലിൽ അങ്ങേ മഹിമ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. ആസന്നമായ മനുഷ്യരക്ഷയെ പ്രതി ജന്നത്തിനു മുമ്പ് തന്നെ അദ്ദേഹം ആനന്ദത്താൽ കുതിച്ചാടുകയും ജന്നത്തോടെ വലിയ സന്തോഷം പ്രദാനം ചെയ്യുകയും ചെയ്തു. എല്ലാ പ്രവാചകണത്തിലും വച്ച് അദ്ദേഹം മാത്രമാണ് രക്ഷയുടെ കുഞ്ഞാടിനെ ചൂണ്ടിക്കാണിച്ചത്. കൂടാതെ ജലത്തിൻ്റെ പ്രഭാഗം പോലും
വിശുദ്ധീകരിക്കപ്പെടുന്നതിനായി അദ്ദേഹം ജ്ഞാനസ്ഥാനത്തെ ഉടയവനായി തന്നെ സ്നാനപ്പെടുത്തുകയും രക്തം ചിന്തിക്കൊണ്ട് അവിടത്തേക്ക് ഉത്തമ സാക്ഷ്യത്തിന് അർഹനാകുകയും ചെയ്തുവല്ലോ. ആകയാൽ സ്വർഗീയമായ ശാക്തികന്മാർ ചേർന്ന് അങ്ങേ മഹിമയെ അഭിരാമം സ്തുതിച്ചുകൊണ്ട് ഭൂമിയിൽ ഞങ്ങൾ നിരന്തരം അങ്ങയെ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ടലവും കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ടു സ്വമനസാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിനും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ,
അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങയെ പരിചരിക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിന് വേണ്ടി, മറ്റെല്ലാ മെത്രാന്മാർ, വൈദികർ, സന്യാസിനികളും ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ദൈവമേ, ഈ ലോകത്ത് നിന്നും അങ്ങ് വിളിച്ച ഞങ്ങളുടെ കുടുംബങ്ങൾ മരിച്ചുപോയ എല്ലാവരെയും സ്വർഗസന്നിധിയെ സ്വീകരിക്കണമേ. ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെ, നീ വിഭാഗ വാർഷികം ആഘോഷിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവ് സർവത്രിക സഭയുടെ മധ്യസ്ഥനും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനുമായ വിശുദ്ധ ഔസേപ്പ് പിതാവിനും അപ്പസ്തല ഗണത്തോടും ഇന്നത്തെ തിരുനാളിന് കാരണവനായ വെസ്നാബി യോഹന്നാനോടും മറ്റെല്ലാ വിശുദ്ധരുമൊത്ത് നിത്യജനം പങ്കുചേരുവാൻ ഞങ്ങളെയും അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധരായി ദിവ്യോപദേശ രൂപങ്ങളായി നമുക്ക് നിർഭയം ഏറ്റുവെല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിക്കണമേ. ഈ കാലയളവിലും ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങൾ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചിതരാകുകയും എല്ലാ വിപത്തുകളും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാർ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിൽ പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസർഗൻ പാർത്ത് അങ്ങേ തിരുവിളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണം. എന്നു ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നമുക്ക് പരസ്പരം കർത്താവിന്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട നമ്മളെല്ലാവരും ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. തിരുവോസ്തിയായി എന്നിലണയും സ്നേഹം, ദൈവസ്നേഹം
അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ ഈശോ തിരുവോസ്തിയായ എന്നിലണയും. സ്നേഹം ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ ഈശോ ഇത്ര ചെറുതാകാൻ എത്ര വളരെ, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. കർത്താവേ, സ്വർഗീയ കുഞ്ഞാടിന് വിരുന്നിൽ പരിപോഷിതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വരാനിരിക്കുന്ന അവിടുത്തെ മുൻകൂട്ടി പ്രഖ്യാപിച്ച വിസ്നാപയോഗന്നാന്റെ ജനത്തിൽ ആഹ്ലാദിക്കുന്ന അങ്ങേ തിരുസഭ നവജന്മത്തിൻ്റെ ഒടിയവനായ അവിടുത്തെ തിരിച്ചറിയുവാനും കൃപ നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.